നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഓഫീസിൽ വെച്ച് വഴക്ക് പറഞ്ഞതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. അതല്ല ഇനി ഓഫീസിൽ വന്ന് സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ക്ഷമ ചോദിക്കണോ? നീ എന്റെ അനിയനല്ലടാ, എനിക്ക് അതിനും ഒരു മടിയില്ല. ആ പേരും പറഞ്ഞ് നീ തനിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. നിനക്ക് തനിച്ച് പ്രോജക്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ 1-2 പ്രോജക്റ്റുകൾ ഞാൻ നിനക്ക് വിട്ടു തന്നേക്കാം. നീ നടത്തിക്കോ. എന്താണെന്ന് ചോദിക്കാൻ പോലും ഞാൻ വരില്ല. പക്ഷേ നീ പിണങ്ങി പിരിഞ്ഞു പോയി പുതിയ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് ഉത്തരവിടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇത് എന്റെ വീടാണ്. ഈശ്വരമംഗലം ഗ്രൂപ്പിലുള്ള സമ്പത്ത് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഈ കുടുംബത്തിലെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഞാനും എന്റെ അനിയത്തിയാണ്. അത് വെച്ച് ബിസിനസ് ചെയ്യരുതെന്ന് പറയാൻ നിങ്ങളാരാ? ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച അവരവർക്ക് കൊള്ളാം. നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നോണം കേട്ടോ. അഹങ്കാരം വിളിച്ചു പറയുന്നോടാ. ആന്റി, എന്നോട് ക്ഷമിക്കണം. ആന്റിയുടെ മകനെ തല്ലാൻ ആ കൈ ഉയർത്തിയത്. ആ കൈ തടയാനുള്ള ഒരു അധികാരവും എനിക്കില്ല. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. വെറും 6 മാസത്തേക്കാണെങ്കിലും പ്രണവ് ഇപ്പൊ എന്റെ ഭർത്താവാ. പ്രണവിനെ തല്ലുന്നത് പെറ്റമ്മയാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെയ്തു പോയ തെറ്റിന് മാപ്പ്. പ്രണവ് ബിസിനസ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പണം, അധികാരം അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാത്ത മനസ്സാണ് ഇപ്പൊ എന്റേത്. പ്രണവ് അവമാനിക്കപ്പെടുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം സഹിച്ചില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ. മോനെ, ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ദേ ഇവൾ ഒറ്റ ഒരുത്തിയാ. ഇവളാ ഗൗതമനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നേ. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെയായി ഈ വീട്ടില്. നീ കഴിക്കുക ഗൗതം. ഇവൻ എന്താ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോണെന്ന് അതിന് ഇവൻ എന്തറിയാം? ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാതെ ഇപ്പോഴും ഓരോന്ന് ചെയ്യുന്നത്. ഗൗതം പ്ലീസ്, വെറുതെ ഇങ്ങനെ നെർവസ് ആവല്ലേ. അതെ, അവന്റെ ലക്ഷ്യം ബിസിനസ് തുടങ്ങണമെന്നൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനത്തിനെ തന്നെ കീറി മുറിക്കണം, രണ്ടാക്കണം. അതാണ് അവന്റെ ഉദ്ദേശം. ഗൗതം ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നുള്ള പറച്ചില് ശിവാനി പോയതോടെ പ്രണവ് നിർത്തിയതല്ലായിരുന്നോ? അവൾ തിരിച്ചു വന്ന് കയറിയതും വീണ്ടും അവൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ശിവാനി ഇത്രയും വലിയ അപകടകാരിയാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഇത് മനസ്സിലാക്കാതെയാണല്ലോ അവക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയത്. ശരിക്കും ഒരു വിഡ്ഢിയാണ് ഞാൻ. ഞാനും അവളെ കുറെയൊക്കെ സപ്പോർട്ട് ചെയ്തതല്ലേ. അവള് മാറിക്കാണുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. കൊടും വിഷമാണ് അവളുടെ ഉള്ളിൽ നിറയെ. സത്യം പറഞ്ഞാൽ എന്റെ നിയന്ത്രണം വിട്ടു പോവാ. ഇപ്പൊ തന്നെ പിടിച്ച് പുറത്തു കളഞ്ഞാൽ അവളെ. ഗൗതം പ്ലീസ് ഒന്ന് സമാധാനപ്പെടാൻ, വെറുതെ BP കൂട്ടാതെ. ഒരു കാര്യം ചെയ്, ഗൗതം പോയിന്ന് കുളിച്ചിട്ട് വാ. ചെല്ല് ഗൗതം, ഒന്ന് പോയി കുളിക്ക്, മനസ്സൊന്ന് ഫ്രീ ആവും. വേണ്ട. വേണം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വെറുതെ ഇവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ച വീണ്ടും ഇറങ്ങിപ്പോയി പ്രശ്നമാവും. പറയുന്നത് കേൾക്ക് ഗൗതം. വന്നേ, ഒന്ന് ഫ്രഷ് ആയാ ഈ മൈൻഡൊക്കെ മാറും. വാ.
വന്നേ പോ നടക്കങ്ങോട്ട് കേറ് ദാ. വെള്ളം. ചേച്ചിയാ വിളിക്കുന്നേ. ഹലോ ചേച്ചി. ആ നിഖിലേ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മ ഓക്കെയാണ്. തൽക്കാലം കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. നാളെ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഫോൺ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേ. അമ്മേ ഇതാ സംസാരിക്കേ. പിടിക്ക്. ഹലോ മോളെ. ആ അമ്മേ, ദേ തിരക്ക് പിടിച്ച് ഡിസ്ചാർജ് വാങ്ങാനൊന്നും നോക്കണ്ടാട്ടോ. പൂർണ്ണമായും അസുഖം ഭേദമായിട്ട് അവിടുന്ന് പോയാ മതി. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. ശ്വാസമുട്ടലിന്റെ ട്രീറ്റ്മെന്റ് തുടരണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്തായാലും നാളെ ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് ഡോക്ടറുമായി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. അമ്മ മരുന്നൊക്കെ കഴിച്ചോ? ആ ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. ഉറങ്ങാനുള്ള ഗുളികയുണ്ടെന്ന് തോന്നുന്നു. മയക്കം പിടിച്ചു തുടങ്ങി. അമ്മ കിടന്നു. ഫോണേ നിഖിലിന്റെ കയ്യിൽ കൊടുത്ത്. ശരി മോനെ. ആ ചേച്ചി പറഞ്ഞോ. ആ എടാ, ഡിസ്ചാർജ് വിവരം വല്ലതും ഡോക്ടർ പറയുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ അറിയിക്കണേ. രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. ചേച്ചി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ പറഞ്ഞ 2 ലക്ഷം രൂപയുടെ കാര്യം ഗൗതമേട്ടനോട് സംസാരിക്കാൻ പറ്റുമോ ചേച്ചി? ഗൗതമനോട് ഇപ്പൊ പണമൊന്നും ചോദിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല മോനെ. ആ നീ വിഷമിക്കണ്ട. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എവിടെന്നെങ്കിലും പണം ഒപ്പിച്ചുകൊണ്ടേ വരും. നീ ധൈര്യമായിട്ടിരിക്കും. എത്രയും പെട്ടെന്ന് പണം ഡിപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസി കിട്ടില്ല ചേച്ചി. അല്ലെങ്കിൽ ഞാൻ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലടാ. എന്തെങ്കിലും ഒരു വഴി ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കും. ആ ശരി ചേച്ചി. എഴുതി ഏട്ടത്തി പ്രണവും ഗൗതമും തമ്മിലുണ്ടായ വഴക്കിന്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. വിഷയത്തിന്റെ മൂല കാരണത്തിന് ഒരു ഇത്തിൾക്കണ്ണി പോലെ പടർന്നു വളരാൻ അനുവദിച്ചിട്ട് ഇനിയിപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്ന് പറയുന്നത് നിധിയാ. ഒന്നും മിണ്ടാതിരിക്കു വസു. ഇത് തന്നെയാ ഏട്ടത്തിയുടെ പ്രശ്നം. മരുമകളെ എന്തെങ്കിലും പറഞ്ഞാ അപ്പം മുഖം തിരിച്ചു കളയും. ഇപ്പൊ ഉണ്ടായ വഴക്കില് പോലും വെടിമരുന്ന് നിറച്ചു കൊടുത്തത് നിധിയാണെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമൊന്നും